നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. കൗരവീരന്മാരെ അർജുനൻ തോൽപ്പിക്കാനായില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അർജുനൻ ദിവ്യാസ്ത്രം പ്രയോഗിക്കും. അതെല്ലാം കയ്യിലുണ്ട്. അത് പ്രയോഗിക്കാതെയാണ് അർജുനൻ ഈ പരാക്രമം കാണിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർത്തുകൊള്ളു. അത്ര കണ്ട് അർജുനൻ സമർത്ഥനാണ്. പിന്നെയോ ആസ്ഥായ രഥം വാനരലക്ഷണം, കൊടിയില് കുരങ്ങിന്റെ അടയാളമുള്ള രഥത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടാണ് അർജുനന്റെ യുദ്ധം. വളരെയേറെ വൈശിഷ്ട്യമേറിയ രഥമാണ്. നാം ഉപയോഗിക്കുന്ന രഥങ്ങളെക്കാൾ ഏറെ സൗകര്യങ്ങൾ ആ രഥത്തിലുണ്ട്. വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ആ രഥത്തിലാകും. വളരെ വേഗത്തിൽ ആ രഥത്തിന്റെ ഗതിവിഗതികൾ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചുമൊക്കെ പ്രയോഗിക്കാനാകും. അങ്ങനെയുള്ള ആ ദിവ്യമെന്ന് തന്നെ പറയേണ്ടതായ രഥത്തിൽ, ആ രഥത്തിന്റെ കൊടിയില് ഹനുമാന്റെ അടയാളമുണ്ട്. വാനരലക്ഷണം, ഹനുമാന്റെ വാനരത്തിന്റെ അടയാളമുള്ളതായ ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് കൃഷ്ണേന ച ഗൃഹീതാശ്വം. ആരാണ് ആ രഥത്തെ തെളിക്കുന്നത്? രഥം ഓടിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് അങ്ങേയറ്റം സമർത്ഥനെന്ന് പേരെടുത്തിട്ടുള്ള സാക്ഷാൽ വാസുദേവ കൃഷ്ണൻ, തേരാളികളിൽ മുമ്പൻ. അങ്ങനെയുള്ള കൃഷ്ണൻ ആ കുതിരകളുടെ കടിഞ്ഞാനം പിടിച്ച് ചമ്മട്ടി കൊണ്ട് ആ കുതിരകളെ തെളിക്കുന്നു. പിന്നെയോ അഭേദ്യ കവചാവൃത, ആരുടെ അമ്പിനും തുളയ്ക്കാൻ കഴിയാത്തതായ കവചം, അതാണ് അർജുനൻ ധരിച്ചിരിക്കുന്നത്. കയ്യിൽ എന്തിയിരിക്കുന്നതോ ഗാണ്ഡീവമജരം ദിവ്യം ധനുരാധായ വീര്യവാൻ. വീര്യനായിരിക്കുന്ന അർജുനൻ തന്റെ കയ്യിൽ ദിവ്യമായിരിക്കുന്ന ഗാണ്ഡീവം ഉയർത്തിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ആ ഗാണ്ഡീവം മനുഷ്യനിർമ്മിതമല്ല. അത് അഗ്നി ഭഗവാൻ തന്നെ വരുത്തി കൊടുത്തതാണ്. അങ്ങ് സമുദ്ര അധിപതിയായിരിക്കുന്ന വരുണനോട് അഗ്നി ഭഗവാൻ ആവശ്യപ്പെട്ടു ദിവ്യമായിരിക്കുന്ന വില്ലും ദിവ്യമായിരിക്കുന്ന തൂണീരവും അർജുനന് നൽകാൻ. അങ്ങനെ ലഭിച്ച ദേവന്മാരാൽ നിർമ്മിതമായിരിക്കുന്ന വളരെയേറെ വിശേഷ ശക്തികളുള്ള, ആർക്കും ഏത് മുറിക്കാൻ കഴിയാത്ത, ഒരിക്കലും ദുർബലമായി തീരാത്ത, ഒടിഞ്ഞു പോകാത്ത ഗാണ്ഡീവം, അതാണ് അയാളുടെ കയ്യിലിരിക്കുന്നത്. അങ്ങനെയുള്ള ആ വില്ലുമെന്തിക്കൊണ്ട് പ്രവർഷൻ നിശിതാൻ ബാണാൻ, അത്യധികം കൂർത്തുമൂർത്തതായ ബാണങ്ങളെ മഴ പോലെ എയ്തു വിട്ടുകൊണ്ട് തന്റെ കയ്യുകളുടെ ആ ബലത്താൽ ശത്രുക്കളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മഴ പോലെയാണ് അമ്പുകൾ ഇങ്ങനെ ഒരു നിമിഷം പോലും നിലയ്ക്കാതെ അർജുനന്റെ തേരിൽ നിന്ന് പാഞ്ഞു വരുന്നത്. ഏത് അർജുനോ അഭ്യയാദ്രോണം ഉപപന്നം ഹിതസ്യതത്. ഇങ്ങനെ ആ അർജുനൻ ദ്രോണനെ കവച്ച് അങ്ങ് ഈ സേനയുടെ ഉള്ളിലേക്ക് കടന്നു കയറിപ്പോയെങ്കിൽ, ദ്രോണന്റെ അസ്ത്രങ്ങളെയെല്ലാം അതിലംഘിച്ചുകൊണ്ട്, ദ്രോണ പരാക്രമങ്ങളെയെല്ലാം അതിലംഘിച്ചുകൊണ്ട്, ദ്രോണനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട്, ദ്രോണനെ അമ്പുകൾ കൊണ്ട് മൂടിക്കൊണ്ട് അങ്ങ് ഈ സൈന്യത്തിനുള്ളിലേക്ക് കടന്ന് ജയദ്രഥന്റെ മുന്നിൽ എത്തിച്ചേർന്നെങ്കിൽ അത് അയാൾക്ക് യോജിച്ചതാണ്. അർജുനനെ യോജിച്ചതാണ്, അർജുനൻ അർഹിക്കുന്നതാണ്. അതിന്റെ പേരില് ഒരിക്കലും
ദ്രോണനെ കുറ്റം പറയാൻ പാടില്ല. കാരണം അർജുനന്റെ മികവാണ് ഈ വിജയത്തിന് കാരണം എന്നറിഞ്ഞുകൊള്ളുക. ഇത് തനിക്ക് വേണ്ടിയിട്ട് കൂടി എടുത്തിരിക്കുന്ന ജാമ്യമാണ്. ഞാൻ അർജുനന്റെ മുന്നിൽ അവിടെ പരാജയപ്പെട്ടു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം പറയാതെ തന്നെ ദുര്യോധനൻ കണ്ടതല്ലേ. ദുര്യോധനും പരാജയപ്പെട്ടു, ദുശാസനും പരാജയപ്പെട്ടു, ശല്യരും കൃപരും അശ്വത്ഥാമാവും എല്ലാവരും പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ അർജുനന്റെ മുന്നിൽ തോറ്റുപോയി എന്ന് പറയാതെ വ്യക്തം. ദ്രോണൻ തോറ്റുപോയത് ഒരു കുറ്റമല്ല എന്ന് പറയുമ്പോൾ ഞാൻ തോറ്റുപോയതും ഒരു കുറ്റമല്ല, മറ്റ് വീരന്മാർ തോറ്റുപോയതും ഒരു കുറ്റമല്ല. കൃഷ്ണൻ തെളിക്കുന്ന തേരിൽ മനസ്സിനേക്കാൾ വേഗത്തിലാണ് ആ തേര് പായിച്ചുകൊണ്ട് കൃഷ്ണൻ ഈ വ്യൂഹത്തിനുള്ളിലേക്ക് കടന്നു കയറിയത്. എന്ത് സംഭവിക്കുന്നു എന്ന് കൗരവപ്പട തിരിച്ചറിയുന്നതിന് മുമ്പ്, കൗരവ സേനാധിപന്മാർ തിരിച്ചറിയുന്നതിന് മുമ്പ് എല്ലാവരെയും തകർത്തുകൊണ്ട് അർജുനൻ അങ്ങ് ജയദ്രഥന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ വേഗത്തിലാണ് സംഭവിച്ചത്. അതിന് ദ്രോണനെ കുറ്റം പറയേണ്ട കാര്യമില്ല. അർജുനന്റെ മികവാണത്, കൃഷ്ണന്റെ മികവ് കൂടിയാണത്. ഇനി ഇതിന് വ്യക്തമായ അർത്ഥം എന്നെ കുറ്റം പറയേണ്ട കാര്യവുമില്ല, മറ്റു വീരന്മാരെ, നമ്മുടെ പക്ഷത്തുള്ള വീരന്മാരെ കുറ്റം പറയേണ്ട കാര്യവുമില്ല എന്ന് സ്വയം കർണൻ ജാമ്യമെടുക്കുന്നു. ഇത് ആസുരീ ബുദ്ധിയുടെ കാപട്യം നിറഞ്ഞതായിട്ടുള്ള, തന്നെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടിയിട്ടുള്ള നാട്യത്തിന്റെ ഒരു ചുവടുവയ്പ് മാത്രമാണ് എന്ന് നമുക്ക് വ്യക്തം. ദുര്യോധനന്റെ പരുഷമായ വാക്കുകൾക്കും ആരോപണങ്ങൾക്കും അതേ രീതിയിൽ പാരുഷ്യത്തോടുകൂടി മറുപടി പറഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് മനസ്സിൽ ക്രോധം വളരെയേറെ പർവ്വതാകാരമായി വർദ്ധിച്ചുവെങ്കിലും മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് നയപരമായി അസുരീ ബുദ്ധിക്ക് അങ്ങനെയുണ്ട് തന്ത്രങ്ങൾ. നയപരമായി കർണൻ നേരിടുന്നത് നമുക്കിവിടെ കാണാം. ആസുരീ ബുദ്ധിയെ അടുത്തറിയാൻ നമുക്കിത് പ്രയോജനപ്പെടും. ലോക ചരിത്രത്തെ മനസ്സിലാക്കാനും ഇത് പ്രയോജനപ്പെടും. ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നതായ സംഭവങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനും ഇത് നമുക്ക് പ്രയോജനപ്പെടും. നമ്മുടെ മനസ്സിനെ തിരിച്ചറിയാനും, നമ്മുടെ മനസ്സിലെ ആസുരീ ഭാവനകളെ തിരിച്ചറിയാനും, അല്പമായെങ്കിലും അത് ഉള്ളിലുണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കളയാനും, ദൈവീഭാവനയെ വളർത്താനും അത് പ്രയോജനപ്പെടും. നാളെ രാത്രി 8:30 നമുക്ക് ഇതേ പ്രകാരത്തിൽ ഗുരുകാരുണ്യത്താൽ ഒരുമിച്ച് കൂടാം. നമ്മെ നമ്മുടെ ഗുരുക്കന്മാർ അനുഗ്രഹിക്കട്ടെ, വ്യാസഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുനാഥന്റെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.